ഈ മരുന്നുകളൊന്നും ഉപയോഗിക്കണ്ട. എന്താ ഗുരുജി, എന്തു പറ്റി? ആരോ നമ്മളെ ചതിച്ചിരിക്കുന്നു. ശ്രദ്ധയില്ലാതെ ഈ മരുന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് രോഗിയിൽ വിപരീത ഫലം ഉണ്ടാക്കുമായിരുന്നു. ഗോകുൽ, ഗോകുലിന്റെ മനസ്സിലെ ടെൻഷൻ എനിക്കറിയാം. എന്റെ ടെൻഷനല്ല പ്രശ്നം. മോളെ കാണാത്തതുകൊണ്ട് സമൃദ്ധ ആകെ വിഷമത്തില്ല. അവര് തമ്മിലുള്ള അടുപ്പവും സ്നേഹവും ഒക്കെ അവന്തിക്ക് അറിയാവില്ല. അറിയാം, പക്ഷേ ഗോകുലിനെ പോലെ ഞാനും ഇപ്പം ആകെ ടെൻഷനില്ല. അതിനേക്കാ ടെൻഷനില്ല ഗോകുലിന്റെ അമ്മ. ഈ അവസ്ഥയിലായതുകൊണ്ട് അമ്മ സങ്കടം ഗോകുലിനോട് പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്താ അമ്മ പറഞ്ഞേ? എല്ലാ അമ്മമാർക്കും സ്വന്തം മക്കളുടെ ജീവിതം തന്നെ ഏറ്റവും വലുത്. അതിനുവേണ്ടി അവരെന്തും ത്യജിക്കും, എന്ത് വിട്ടുവീഴ്ചകളും ചെയ്യും. ഓർമ്മ തിരിച്ചു കിട്ടിയ സമൃദ്ധയ്ക്ക് ഗൗരിമോളോടുള്ള സ്നേഹം ഇപ്പോഴത്തെ പോലെ തന്നെ ഉണ്ടാവോ? അതുമാത്രമല്ല, ഗോകുലിന്റെ ഇപ്പോഴത്തെ സോഷ്യൽ സ്റ്റേറ്റസ്, അതിനെക്കുറിച്ച് അമ്മയ്ക്കും ശിശിരയ്ക്കും ഒരു വലിയ പേടിയുണ്ട്. ഓർമ്മ തിരിച്ചു കിട്ടി കഴിയുമ്പോൾ എന്തായാലും സമൃദ്ധ പഴയ ബന്ധുക്കളെ അന്വേഷിച്ച് പോവാതിരിക്കില്ലല്ലോ. ആ സമയത്ത് അവര് വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ? ചിലപ്പോൾ അത് വലിയ വാർത്തയാവും. അങ്ങനെ വന്നാ അത് ഗോകുലിന് വലിയ നാണക്കേടാവില്ലെന്ന് അമ്മ പേടിക്കുന്നേ. അതൊക്കെ ശരിയാ. എന്ന് കരുതി സമൃദ്ധിക്ക് ഓർമ്മ തിരിച്ചു കിട്ടണ്ട എന്നെനിക്ക് വിചാരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. ഗോകുൽ എന്നോട് ക്ഷമിക്കണം. എന്നാലും അമ്മയുടെ വിഷമം കണ്ട് ഞാൻ ചോദിച്ചു പോവാ. ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ സമൃദ്ധ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. ഗൗരിമോളുടെ സന്തോഷം എന്ന് നിലനിൽക്കാനും ഗോകുലിന്റെ കുടുംബം സമാധാനമായിട്ടിരിക്കാനും അതല്ലേ നല്ലത്. കൈവിട്ടൊരു പട്ടം പോലെയാ ഇപ്പൊ എന്റെ അവസ്ഥ. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി അതിന് പിന്മാറാൻ പറ്റില്ല. ഇനി സംഭവിക്കുന്ന എന്തായാലും അതനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥനാ. എന്റെ ഭാഗത്തും ചിന്തിക്കുമ്പോൾ അവന്തിക പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ സമൃദ്ധയുടെ കാര്യം കൂടി നമ്മളൊന്ന് ആലോചിക്കണ്ടേ? മനുഷ്യർക്ക് പല ജന്മം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ ഓർത്തെടുത്തിട്ട് ഈ ജന്മം ജീവിച്ചാൽ മതിയെന്ന് ആരും ചിന്തിക്കുന്നില്ലല്ലോ. ഇപ്പൊ കിട്ടിയ ഈ സന്തോഷമുള്ള ജീവിതം അങ്ങനെ തന്നെ ജീവിക്കുന്നല്ലേ നല്ലത്. പക്ഷേ ഇവിടെ അവന്തിയേക്ക് തെറ്റി. സമൃദ്ധിയുടെ 2 ജന്മവും ഈ ജന്മത്തിൽ തന്നെയല്ലേ. പിന്നെ എങ്ങനെ മറക്കാനാവും? ഞാനിപ്പോ ഈ തീരുമാനം കൊണ്ടുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചോ ലാഭത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല. എല്ലാ ലാഭനഷ്ട കണക്കുകൾക്കും അപ്പുറം ഒരു മനുഷ്യജീവിയോട് ഞാൻ കാണിക്കേണ്ട നീതി അത്. ഇത്രയും കാലം ഞാൻ കാണിക്കാതിരുന്ന നീതി ഇനി അതിൽ നിന്ന് ഒളിച്ചോടാൻ എനിക്ക് വയ്യ. ഗോകുൽ, ഞാൻ പറയുന്നത് പ്ലീസ്
നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. സോറി. ഉറക്കം സുഖമായിരുന്നോ? അത് ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല. മാതാദേവമയി എന്നോടെല്ലാം പറഞ്ഞിരുന്നു. ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തതിന് ശേഷമാ പിന്നീട് ഉറങ്ങിയത്. രാവിലെ ഉണർന്നപ്പോ മുതൽ ആളാകെ മൂടഫാ. എന്തിനാ ഇങ്ങനെ ഭയക്കുന്നേ? ഒരു സ്വപ്നത്തെ നേരിടാനുള്ള ധൈര്യം പോലും സമൃദ്ധയുടെ മനസ്സിനില്ലേ? എന്റെ മോള് എവിടെയോ വീണ് തല പൊട്ടി. ഞാൻ ആകെ വല്ലാണ്ട് പേടിച്ചുപോയി. സാരമില്ല, മോക്കൊന്നും സംഭവിക്കില്ല. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഗുരുജി, ട്രീറ്റ്മെന്റ് തുടങ്ങാൻ സമയമായി. ആ, മോള് കിടന്നോളൂ. നിൽക്കൂ. അത് പുരട്ടാൻ വരട്ടെ. അതിങ്ങ് തരൂ. എന്താ ഗുരുജി? അതിങ്ങ് തരൂ. ഈ മരുന്നുകളൊന്നും ഉപയോഗിക്കണ്ട. എന്താ ഗുരുജി, എന്തു പറ്റി? ആരോ നമ്മളെ ചതിച്ചിരിക്കുന്നു. ശ്രദ്ധയില്ലാതെ ഈ മരുന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് രോഗിയിൽ വിപരീത ഫലമുണ്ടാക്കുമായിരുന്നു. ചിലപ്പോ മരണം വരെ സംഭവിക്കുമായിരുന്നു.